ആരിത്? ഓന്റെ കുട്ടിയാകെ കൺമഷിയിൽ കുളിച്ചിട്ടിരിക്കുന്നേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദർശമായിട്ട് ഇതേ കുളിച്ച് മാറ്റി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചക്ക ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിരുന്ന് കളിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇന്ന് നേരത്തെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോൾ വർക്കിന് പോയാൽ മതിയായിരുന്നു കേട്ടോ. അന്ന് ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ അമ്മ ഇതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് വെള്ളയപ്പവും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ചിക്കൻ കറി നമ്മൾ തലേന്ന് രാത്രി ആകുമ്പോൾ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം അമ്മ വെള്ളയപ്പം ഉണ്ടാക്കി. അങ്ങനെ ഇത് ചേട്ടൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മുടെ അച്ഛന് നല്ല പനിയാണ് കേട്ടോ. അപ്പോൾ അച്ഛനമ്മ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടൻ ഇത് ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ ചേട്ടൻ ഇതേ പോവാൻ വേണ്ടി നിൽക്കാട്ടാ. അമ്മ നമ്മുടെ കിച്ചപ്പനെ എണ്ണയ്ക്ക് തേച്ച് കൊടുക്കുകയാണ്. ചേട്ടൻ ഇന്ന് ഇരുമ്പപ്പെട്ടി ബ്രാഞ്ചിലേക്കാണ് രാവിലെ പോകേണ്ടത് കേട്ടോ. അപ്പൊ ചേട്ടനിന്ന് ഒരു 8:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതിയായിരുന്നു. നമ്മുടെ അവിടെ ട്രെയിനിങ്ങൾ അപ്പൊ ചേട്ടന് കുന്നംകുളത്തായിട്ട് ഉണ്ടാവാറ്. അപ്പൊ ഇന്ന് ചേട്ടനെ രാവിലെ തൊട്ടിട്ട് ഉച്ച വരെ നമ്മുടെ ഇരുമ്പപ്പെട്ടിയിലും ഉച്ച കഴിഞ്ഞിട്ട് കുന്നംകുളത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. എനിക്ക് ബാങ്കിക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായി. ഒന്നും ഓർമ്മയില്ല. അച്ഛൻ വീണ്ടും കിടന്നതാ. എന്റെ അച്ഛൻ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ കാണണത് പനി വന്നിട്ട്. അച്ഛന് രാവിലെ എനിക്കൊന്നും ഓർമ്മയില്ല. നേരത്തെ വീഡിയോ കാണിച്ചുള്ളൂ അച്ഛൻ കഞ്ഞി കുടിക്കണത്. അതൊന്നും അച്ഛന് ഓർമ്മയില്ല. അച്ഛനൊരു 6 മണിയാകുമ്പോൾ കുളിച്ചിട്ട് എന്നിട്ട് വിളക്ക് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അച്ഛൻ ഓർമ്മയില്ലാതെ വീണ്ടും 10 മണിയാകുമ്പോൾ പോയി കുളിച്ചിട്ട് വീണ്ടും വിളക്ക് വയ്ക്കാൻ പോകും. പനിന്ന് വെച്ചാൽ ഗംഭീര പനിയായിരുന്നു കേട്ടോ അച്ഛന്. അച്ഛൻ എന്താ ചെയ്യണേ എന്താണെന്നൊന്നും അച്ഛന് ഓർമ്മയില്ല. അച്ഛന് ആകെ ഒരു തപ്പിപ്പെടുത്തം, ഒന്നും ഓർമ്മയില്ലാത്ത പോലെ. അത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നന്നായി വിഷമാവട്ടെ. അച്ഛൻ ഇങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ എനിക്ക് അച്ഛൻ ബാങ്ക് പോകണമായിരുന്നു. ഒരു 10 മണിയാകുമ്പോഴേക്കും മങ്ങാട് എത്തണമായിരുന്നു. അപ്പോൾ ആദർശേട്ടൻ ജോലി സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരും കേട്ടോ. ചേട്ടനും ഇന്ന് ബാങ്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടന് ജോബിന്റെ കാര്യത്തിന് സാലറി അക്കൗണ്ട് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ മങ്ങാട് എത്തിയപ്പോഴേ ചേട്ടൻ വന്നു. ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അച്ഛൻ്റെ ഒരു അംഗം കണ്ടിട്ട് നമുക്ക് ആർക്കും എന്താ പറയുക ഇവിടെ അക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ അച്ഛന് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല. അപ്പൊ അമ്മ എന്തായാലും ഓട്ടോ വിളിച്ചിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ചേച്ചിക്ക് അച്ഛനെ പുറകിൽ വെച്ച് കൊണ്ടുപോകാൻ പേടിയാട്ടോ. അപ്പൊ പിന്നെ അമ്മ എന്തായാലും കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതേ ബാങ്കിലെത്തി. എന്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ കോഴിക്കോടാട്ടോ. ഇനി ഇങ്ങോട്ട് മാറ്റണം. ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടാട്ടോ പൈസ എടുക്കാനാച്ചെങ്കിലും അതെ എല്ലാത്തിനും നല്ല ബുദ്ധിമുട്ടാണ്. യൂട്യൂബിലെ ഫണ്ടൊക്കെ എന്റെ അക്കൗണ്ടിലേക്കായിട്ട് വരിക. അപ്പൊ ഈ പൈസ എടുക്കണമെങ്കിൽ നമ്മൾ കോഴിക്കോട് ബ്രാഞ്ചിക്ക് വിളിക്കണം. അങ്ങനെ കുറെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് നമുക്ക് പൈസ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് ബസ് കയറി പോവാന്ന് പറഞ്ഞു കേട്ടോ. അതാ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. അവിടെ കയറി നേരെ പോയി നമ്മുടെ അരിമ്പാടത്ത് ഇറങ്ങാൻ വേണ്ടു. അപ്പൊ ഇതിനൊക്കെയാണ് ഞാനും ആദർശനും തമ്മിൽ യുദ്ധം വെട്ടാറിട്ടാ. കാരണം എന്റെ കല്യാണത്തിന് മുന്നൊക്കെ ഞാൻ ഇതിനെ വന്നു പോയിരുന്ന സ്ഥലമാണ്. ഇവിടുന്ന് പോയി നേരായി അങ്ങനെ അവിടെ ഉണ്ണി ഒറ്റയ്ക്ക് വേഗം വീട്ടിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞിട്ട് ആദർശമായിട്ട് എന്നെ മങ്ങാട് വരെ ആക്കിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് പറഞ്ഞയച്ചു കേട്ടോ. കാരണം എങ്ങനെ പോയാലും സെയിം തന്നെയാണ്. അവിടെ നിന്ന് അരിമ്പാടത്തേക്ക് എപ്പോഴും ബസ് ഉണ്ട്. ആ സ്റ്റാൻഡിൽ നമ്മുടെ അരിമ്പാടത്തേക്ക് ഡയറക്റ്റ് പോകുന്ന ബസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചേച്ചി കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായി. ഞാൻ ബസ്സിന് പോകാൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല കേട്ടോ. വെറുതെ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഓട്ടോ വിളിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. 12 രൂപയുള്ളൂ നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്ന് അരിമ്പാടത്തേക്ക്. പിന്നെ അവിടെ നിന്ന് ചേച്ചി കൂട്ടാൻ വരാമെന്നും പറഞ്ഞിട്ടുണ്ടായല്ലോ. പക്ഷെ ആരോട് പറയാൻ ആര് കേൾക്കാൻ. എനിക്ക് എങ്ങനെയാലും കുഴപ്പമില്ല. എനിക്ക് എങ്ങനെയാലും വീടെത്തി കിട്ടിയാൽ മതി എന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരിക കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഓട്ടോ ചേട്ടന് കറക്റ്റ് എൻ്റെ വീടിൻ്റെ വഴി അറിയണ പോലെ. കാരണം ഞാൻ ലെഫ്റ്റിൻ്റെ റൈറ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആള് അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അച്ഛനെങ്ങാനും പരിചയം ഉണ്ടാവും, എന്നെ അറിയണ ചേട്ടനാണോ എന്നൊക്കെ. ഇങ്ങനെ എനിക്ക് അച്ഛൻ അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയും. അപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോൾ മിണ്ടാതിരുന്നു കേട്ടോ. വീട് എത്തിക്കഴിഞ്ഞു വെച്ചാൽ ആള് നേരെ പോവും. അത് എനിക്ക് വീടിൻ്റെ മുന്നിൽ ഇറക്കി തരുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് മിണ്ടാതിരുന്നു. പക്ഷേ ചേട്ടൻ അറിയില്ല കേട്ടോ. ചേട്ടൻ നേരെ പോവായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ നിർത്താൻ പറഞ്ഞു കേട്ടോ ആളുടെ അടുത്ത്. അവിടെ നിർത്തിക്കോ ചേട്ടാ ഇവിടെ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത്ര പൈസ ഒന്നും കയ്യില്ല കേട്ടോ ഓട്ടോയ്ക്ക്. ഞാൻ വിചാരിച്ചു 400-500 ആവുന്നു. പക്ഷെ ആകെ 150 രൂപയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പൈസ ഒക്കെ എടുത്തത് വീട്ടിലേക്ക് ചെല്ലണ്ട. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുട്ടിപ്പട്ടാളംസ് ഒക്കെ ഇവിടെ ഉണ്ട്. കള്ളക്കരച്ചില് എന്താണ് സന്തോഷം.
അങ്ങനെ ബോൾ തട്ടിയപ്പോൾ ഉണ്ണിയുടെ കയ്യിന് നൈസായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് നീര് വന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി ഉണ്ണീനെ എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വന്ന് കയറുമ്പോഴേക്കും പിന്നാലെ അച്ഛനും അമ്മയും വന്നിട്ട് അമ്മ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അവർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വേഗം കയ്യും കാലൊക്കെ കഴുകിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് പിന്നെ ഉണ്ണീനെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അച്ഛൻ പനിച്ച സൈഡാട്ടോ. അച്ഛൻ ഇങ്ങനെ ഒരു പനി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഉണ്ണീനെ എടുത്തു. അവനെ പാലൊക്കെ കൊടുത്തു. പാല് കൊടുക്കുമ്പോഴേക്കും അവരുടെ ഡ്രസ്സ് എന്തോ അവന് കംഫർട്ട് ഇല്ലാത്ത പോലെ തോന്നിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇതേ ട്രൗസറും ഈ ഒരു ബനിയനും ഇട്ട് കൊടുത്തിട്ട് അവിടെ ഉണ്ണികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതേ മൂപ്പര് പാലൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ. അങ്ങനെ ഇതേ തേജപ്പനും ചേച്ചിയൊക്കെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പോകും. വെക്കേഷൻ ആയിട്ട് ഇവളോട് ഒന്നും നിൽക്കുന്നില്ല കേട്ടോ. ഇവള് രാത്രി ആകുമ്പോൾ വരും, രാവിലെ ആകുമ്പോൾ പോകും. അപ്പൊ ഞാൻ അവളോട് ചോദിക്കും നിനക്ക് എന്താ വലിയ പ്രാന്തുണ്ടോ ഇങ്ങനെ വന്ന് പോകാൻ വെച്ചാൽ നീ എന്തിനാ വരണേ ചോദിക്കട്ടെ. കാരണം ഇവൾക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ട്. പക്ഷെ വിനീഷേട്ടൻ്റെ ജോലിയുള്ള കാരണം ചേട്ടൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കണ്ടേ. അപ്പൊ അവൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് വരും. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ അവൾക്ക് സമാധാനം കിട്ടില്ല കേട്ടോ. അവൾ അപ്പൊ തന്നെ രാവിലെ ആകുമ്പോഴേക്കും ഇവിടുന്ന് പായും ചെയ്യും. അപ്പൊ എല്ലാരും പോയി നോക്കണത് വേറെ ഒന്നുമില്ല കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ എന്തോ ചെറിയൊരു കാക്കക്കുട്ടി വന്ന് ഇങ്ങോട്ട് വീണൂത്രേ. അപ്പൊ കുറെ കാക്കകളൊക്കെ വന്നിട്ട് ഇവിടെ ഭയങ്കര അലമ്പാക്കിന്ന്. പക്ഷെ നമുക്ക് കുറച്ച് ഡേഞ്ചർ ആണ് കേട്ടോ. ഈ ചെറിയ കാക്കക്കുട്ടി ഉണ്ടെങ്കിൽ ഈ വലിയ കാക്കകൾ വന്നിട്ട് നമ്മൾ ആ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ തലക്കിട്ടിട്ട് കൊത്തും. പിന്നെ ഇതേ നമ്മുടെ ദേവുട്ടനല്ല അർജുൻ തേജപ്പനും കൂടിയിട്ട് ഉണ്ണിച്ചക്കനെ ഇങ്ങനെ ഇരുന്ന് കളിപ്പിക്കാട്ടോ. ഇവനെ ചെങ്ങവിന്റെ ചുറ്റിലും എല്ലാവരും ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയാ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടാട്ടാ. പിന്നെ ഇവള് വന്നാൽ പിന്നെ ഉണ്ണിനെ നിലത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇതിനിങ്ങനെ എടുത്ത് കൊണ്ടു നടക്കുകയായിരുന്നു. അപ്പൊ അമ്മ അപ്പുറത്ത് ഇരുന്ന് പറയണ്ടിട്ടാ നീ ഓരോ കള്ളത്തരങ്ങൾ പഠിപ്പിച്ചിട്ട് പോകും, ലാസ്റ്റ് അമ്മയാണ് പാടുപെടിയത്. പിന്നെ അച്ഛൻ പിന്നെ ഇവളെടുത്തിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും, കുറെ നേരം ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ അച്ഛൻ ഇതേപോലെ എടുക്കുകയാണ്. അച്ഛന് നല്ല പനിയാണ്. അപ്പൊ നമ്മുടെ തേജപ്പൻ ചെന്ന് നോക്കുന്നുണ്ടാ. അച്ഛാ പനി കുറവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ദേ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചേച്ചി വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാനിട്ടാ. പിന്നെ തേജപ്പന്റെ ബോൾ അവനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവൻ കൈപിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അമ്മ ഒരു കവർ തപ്പാൻ പോയേക്കായിരുന്നു. അല്ലെങ്കിൽ ആവശ്യം നേരത്ത് തപ്പുമ്പോൾ ഒരു കവറും കിട്ടില്ല കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് എവിടെ നോക്കിയോ തപ്പിയിട്ട് ഒരു കവർ കിട്ടിയിട്ട് അമ്മ അത് ബോൾ അതിൽ സേഫ് ആക്കിയിട്ട് അവനെ ആക്കി കൊടുത്തോട്ടെ. ഇനിയിപ്പോൾ ചേച്ചി പോവും. ചേട്ടൻ ഇന്ന് ഉച്ചയാകുമ്പോൾ അങ്ങോട്ട് വരും. അപ്പോഴേക്കും അവൾക്ക് ചോറും കറിയൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകട്ടെ. നമ്മുടെ കുഞ്ഞിച്ചക്കതെ എൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്നുണ്ട്. അങ്ങനെ ഇത് എല്ലാവരും കൂടിയിട്ട് തേജപ്പനെയും ചേച്ചിനെയും പറഞ്ഞയക്കാൻ പോകട്ടെ. അമ്മയും ദേവുട്ടനായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ടാറ്റ ബാബയൊക്കെ പറഞ്ഞിട്ട് അവള് പോയി. അങ്ങനെ അമ്മ ദേ ഉണ്ണീനെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് കൊണ്ട് നടക്കാട്ടെ. അമ്മ ചേച്ചിയുടെ അടുത്ത് പറയുന്ന പോലെ തന്നെ അമ്മമ്മ എൻ്റെ അമ്മോട് പറയൂട്ടെ നീ അതിനെടുത്ത് നടന്നിട്ട് അതിനെ ആകെ കള്ളത്തരങ്ങൾ പഠിപ്പിക്കല്ലേന്ന്. അപ്പോൾ അവര് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ കള്ളത്തരൊന്നും ഇല്ല. നമ്മളതിനെ കണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പൊന്തുട്ടാ നടുപൊക്കിയിട്ട് ഇങ്ങനെ വരും. പിന്നെ കമന്ന് കിടക്കാനുള്ള ടെൻഡൻസി ഒന്നും അവൻ കാണിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ. എപ്പോഴാന്ന് അറിയില്ല. ഉണ്ണികളൊക്കെ എപ്പോഴാണ് കമന്ന് കിടക്കാമെന്ന് അറിഞ്ഞൂടാട്ടോ. ഒരു 4-5 മാസമൊക്കെ ആവേണ്ടി വരില്ലേ. പിന്നെ ഞാൻ അവൻ എൻ്റെ കാലിമൊക്കെ എടുത്തിട്ട് ആട്ടിയിട്ട് ഉറക്കാണ്ട് അവനെ ചെങ്ങപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ക്ഷീണിച്ചു. ഇവൻ ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് എന്നെ തിന്നാൻ വരൂട്ട് ഇവിടെ. കാരണം ഉണ്ണിയുടെ വീഡിയോ ഇനി കുറേ കൂടെ എടുത്തിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് എന്നെ ചീത്ത പറയൂട്ടാ. അപ്പം ഞാൻ കണ്ണും പിരികൊക്കെ എഴുതാൻ വേണ്ടി ഇരുന്നതാട്ടോ. പിന്നെ അതേ മാളും അതും എല്ലാവരും വന്നിട്ടുണ്ട്. ഈ ഉണ്ണിയോൾ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെയാ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് അറിയോ? ഞാൻ എൻ്റെ തേജാപ്പിടയിൽ എൻ്റെ കിച്ചാപ്പിടയിൽ കണ്ടത് എന്താണെന്നറിയോ? അവൻ്റെ അരഞ്ഞാണം ചില ദിവസങ്ങളിൽ ഭയങ്കര ഇറുകി ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അഴിച്ചു കെട്ടാറായി എന്ന് വിചാരിക്കും. പിന്നെ കണ്ടു 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ഭയങ്കര ലൂസായേക്കുക. അത് ലൂസായിപ്പോൾ അമ്മ പറയും കുട്ടി തടി കുറഞ്ഞു, നീ ഇങ്ങനെ ഓരോന്ന് ഇട്ടിട്ടാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവളയിലേക്ക് വിശ്വാസമുണ്ട് എന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള അന്ധവിശ്വാസം നിൽക്കില്ല കേട്ടോ. കാരണം ഉണ്ണോളാകുമ്പോൾ തടി കുറയും കൂടും, അത് അങ്ങനെ അങ്ങോട്ട് പൊക്കോളും. അവർക്ക് ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ പോരെ. അങ്ങനെ ഞാൻ ഉണ്ണിക്ക് കണ്ണും പിരികൊക്കെ എഴുതി കൊടുക്കട്ടെ. അപ്പോൾ കണ്ണും പിരികും എഴുതുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും തട്ടിക്കൂട്ട് വീഡിയോ ആണ് കേട്ടോ. കാരണം എനിക്ക് ആ സമയത്ത് വീഡിയോ എടുത്തേരാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേരൊക്കെ വന്നപ്പോഴാണ് ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ ഒപ്പിച്ചെടുത്തേട്ടാ. അല്ലെങ്കിലും നമ്മളുണ്ടല്ലോ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അതേപോലെ ഒരുങ്ങുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവാതെ ഇരിക്കുമല്ലോ. അതേപോലെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ അവന് കണ്ണും പിരികൊക്കെ എഴുതുമ്പോൾ കുഴപ്പമില്ലാതെ കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവന് കണ്ണും പിരികൊക്കെ എഴുതിയ ദിവസം അതാകെ അന്ന് കൊളാവും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ അതും ആളും എല്ലാവരും കൂടിയിട്ട് ഉണ്ണിയെ എടുത്ത് നടക്കുന്നു, കളിപ്പിക്കുന്നു. അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ അതിനെ കൊണ്ട് നടക്കാനുണ്ട്. പുറത്ത് മഴക്കാറുണ്ടെങ്കിൽ കൂടിയിട്ട് അകത്ത് നല്ല ചൂടാണ് കേട്ടോ. ഈ മഴക്കാർ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു വൃത്തികെട്ട ചൂടെടുക്കാണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റൂമിലിരിക്കട്ടെ ഉണ്ണീനെ കളിപ്പിച്ചിട്ട്. ഗൈസ് കുട്ടീനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല തളച്ചി. അയ്യോ
അങ്ങനെ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പോകാൻ വേണ്ടി നിൽക്കട്ടോ. അവർക്ക് എന്തോ കൊണ്ടുകൊടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മാളും അതും കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവാട്ടോ. നമ്മുടെ കുഞ്ഞു ചെക്കനെ അമ്മ തൊട്ടിയിലിട്ടുണ്ട് ആട്ടി ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ഇതേ എന്തോ നാരങ്ങ വെള്ളമോ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുന്നു. അപ്പോൾ ഞാൻ അതും കുടിച്ചിട്ട് ഇരിക്കട്ടോ. ഇവരാച്ചങ്ങ് ആട്ടി കൊടുത്തിട്ടും ഇവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇരിക്കുക തന്നെയാണ്. അങ്ങനെ ഞാൻ നാരങ്ങ വെള്ളം സോറി ഗൈസ്, വായിൽ ഇങ്ങനെ ഇടയ്ക്ക് വെള്ളി വീഴുന്നുണ്ട്. നാരങ്ങ വെള്ളം ഞാൻ കുടിക്കും ചെയ്യും, അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ണീനെ ആട്ടി കൊടുക്കട്ടെ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറുണ്ടായിരുന്നു, അപ്പം ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്രാവ് വറുത്തതുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ചിക്കൻ കറിയുടെ ഒപ്പം ഈ ഉണക്കമീനൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചിക്കൻ കറിയും പപ്പടമൊക്കെ കഴിക്കില്ല, അതേപോലെ തന്നെ ചിക്കൻ കറിയുടെ ഒപ്പം ഉണക്കമീൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാഴ സിനിമയൊക്കെ കണ്ടിട്ടിരുന്ന് ഫുഡ് കഴിക്കായിരുന്നു. അച്ഛൻ ഇതുവരെ ഇട്ടിട്ടില്ല. അച്ഛൻ കഞ്ഞിവെള്ളം കുടിക്കും, ചോറൊക്കെ കഴിക്കുമ്പോഴേക്കും അച്ഛന് തീരെ കഴിക്കാനൊന്നും പറ്റാതെ അച്ഛൻ സൈഡായിട്ട് കിടക്കും ചേട്ടാ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിച്ചക്ക നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മധുരം കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ്, ഇത് ഏറ്റവും വൃത്തിയായിട്ടുള്ളൊരു ക്രേവിങ്സ് ആട്ടോ. നമ്മൾ തടി കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒരിക്കലും തടി കുറയില്ല കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞു വെച്ചെങ്കിൽ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നോ ഈ സ്വഭാവം ഞാൻ അങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. ചോറുണ്ട് കഴിഞ്ഞു വെച്ചെങ്കിൽ അപ്പം മധുരം കഴിക്കാൻ തോന്നും. ആ മധുരം കഴിച്ച് അങ്ങനെ തുടങ്ങി വെച്ചെങ്കിൽ നമ്മൾ നന്നായിട്ട് വണ്ണം വെക്കും കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അപ്പം ഞാൻ ഡയറി മിൽക്ക് ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഇരുന്ന മിഠായി ഇരുന്നാണ് കഴിച്ചു കേട്ടോ. അച്ഛനെ തിരിയുന്നു മറയുന്നു. അച്ഛനൊരു തീരെ സുഖമില്ല, നല്ല പനിന്ന് വെച്ചാൽ തുള്ള പനിയായിരുന്നു കേട്ടോ അച്ഛനെ. അമ്മയും അമ്മമ്മയും കൂടിയിട്ട് ഓല ചീന്തിയായിരുന്നു കേട്ടോ. നമ്മുടെ തെങ്ങുമെന്ന് വീണ ഓലയുണ്ടല്ലോ, അതിങ്ങനെ ചീന്തിയിട്ട് ചൂലുണ്ടാക്കുമല്ലോ. ഇപ്പോൾ കുറേ നാളായിട്ട് ഉണ്ടാക്കാറൊന്നും ഇല്ല. അമ്മമ്മ വരുമ്പോഴും ചേട്ടൻ ഇങ്ങനെ ചൂലിങ്ങനെ കെട്ടായിട്ട് ഉണ്ടാക്കി വെക്കാറ്. മുന്നേക്ക് അമ്മമ്മ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് തരും. ഇപ്പം പിന്നെ അമ്മമ്മയ്ക്കും അങ്ങനെ അമ്മമ്മയോട് അധികം ഉണ്ടാക്കാറൊന്നുമില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ കുറേ ഓല കണ്ടപ്പോൾ രണ്ടുപേരും കൂടി കുറേ ചൂലൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. ഇവിടെ പിന്നെ കിച്ചാപ്പിനെ ഞാൻ എടുത്തിട്ട് ഇതേ കട്ടിൽമയ്ക്ക് കിടത്തിയിട്ട് അവ ആകെ വയർത്ത് കുളിച്ചിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ AC ഇട്ടിട്ട് ഞാൻ റൂമിൽ കിടത്തി. പിന്നെ ഉണ്ണീനെ കാണാൻ വേണ്ടിയിട്ട് വല്യമ്മയും സന്ധ്യച്ചൊക്കെ വന്നിട്ടുണ്ടായിട്ട്. അപ്പോൾ അവർ വരുമ്പോൾ ഉണ്ണിക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ ആദു എത്തിയിട്ടുണ്ട്. വീണ്ടും ആദും അച്ചു ഉണ്ട് കേട്ടോ. ആദുവിൻ്റെ ചേച്ചിയാണ് അച്ചു. കുറേ പേര് ചോദിക്കാറുണ്ട്. പിന്നെ അച്ചുവിനെ അധികം നമ്മുടെ വീഡിയോയിലൊന്നും കാണാറുണ്ടാവില്ല. അവള് ബാംഗ്ലൂരായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ ലീവിന് വരുമ്പോൾ മാത്രമേ അവൾ എന്നോട് കിട്ടാറുള്ളൂ. അങ്ങനെ ഇതേ ഉണ്ണീനെ കളിപ്പിക്കട്ടോ. ആദുവിൻ്റെയും ആദർശേൻ്റെ സ്വഭാവം ഏതാണ്ട് സെയിം ആട്ടാ. കാരണം കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചൊറിഞ്ഞിട്ടാണ് ഇവർ സ്നേഹിക്കുക, കളിപ്പിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഇതേ രണ്ടുപേരും ഇരുന്നിട്ട് ഉണ്ണീനെ കളിപ്പിക്കട്ടെ. പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് തന്നെ ഇല്ലേ, കുറച്ച് രണ്ടാൾക്കാർ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഓരോ വിശേഷങ്ങളും വർത്താനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതേ ഉണ്ണീനെ എടുത്ത് ഉറക്കി കൊടുക്കട്ടെ. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആദു. ഉണ്ണീനെ എടുത്തിട്ട് ഇവൾക്ക് ആദ്യം എടുക്കാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവൾ എടുത്തെടുത്ത് ശീലമായിട്ടോ. വെറുതെ ഉറക്കാട്ട് ഇതിനെ കുറച്ച് കഴിഞ്ഞ് ഇവളെന്നെ ഇതിനെ എനിപ്പിക്കും ചെയ്യൂട്ടാ. അങ്ങനെ ഇതേ കൊണ്ട് കെടുത്തിണ്ട്. ഇനിയിപ്പോൾ രണ്ടുപേരും കളിക്കും. ഇവനാച്ചെങ്കിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഉറക്കത്തിലല്ല മൂപ്പര് എന്ന് വെച്ചാൽ ഉറങ്ങാനായിട്ടുള്ള ചെറിയൊരു ഉറക്കം. പിന്നെ കളിക്കണ്ടേ എന്നുള്ളൊരു ഇത് കേട്ടോ. അതിൻ്റെ കയ്യിലാണ് ഫോണ്. അപ്പോൾ അതെടുക്കണ വീഡിയോസാണ് ഇതൊക്കെ. കാരണം നമ്മുടെ വായയിലും നമ്മുടെ കണ്ണിലും നമ്മുടെ മൂക്കിലൊക്കെ കൊണ്ടിട്ടാണ് മൂപ്പത്തി വീഡിയോസൊക്കെ എടുത്ത് തരിക. അങ്ങനെ ഇതേ അച്ചു കളിപ്പിച്ച് നിൽക്കാട്ടോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങളും ക്ലാസ്സിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഓരോന്ന് പറഞ്ഞിരിക്കാട്ടോ. ഇത് വേണ്ട, ഇത് കോലം കെട്ടി വരും. അങ്ങനെ ഇത് അച്ചു അതും പോയിട്ടാ. അപ്പൊ ആദർശനം ജോലി കഴിഞ്ഞ് വന്നിട്ട് അപ്പൊ അമ്മാമ്മയുടെ കയ്യിലാണ് ഉണ്ണിനെ കൊടുത്തിട്ട് അമ്മ പറഞ്ഞു ആദർശനെ ദോശ ചുട്ട് കൊടുക്കാൻ. ചൂട് കൊടുക്കുന്ന ദോശ ഇഷ്ടമല്ലോ. അപ്പൊ രാവിലെ ദോശ ഇപ്പൊ ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ മറ്റേ മസാലക്കറി ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂട്ടിയിട്ട് കഴിക്കാൻ പറഞ്ഞപ്പോ പിന്നെ ഞാൻ വേഗം സോറി ഗൈസ്, ദോശ ഇല്ലാട്ടാ, വെള്ളയപ്പാണേ. വെള്ളയപ്പം ചുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കാൻ കേട്ടോ. അപ്പൊ വാങ്ങിച്ച അരിയുടെ പ്രശ്നം തോന്നുന്നു കേട്ടോ. നമ്മള് വെള്ളയപ്പത്തിന് അരച്ചാലും അതെ, ദോശയ്ക്ക് അരച്ചാലും അതെ, മാവ് ഇങ്ങനെ എന്തോ ഒരു എന്തൊരു വൃത്തികെട്ട രീതിക്ക്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും സോഫ്റ്റ് ആയിട്ടൊന്നും അല്ല കേട്ടോ, ഭയങ്കര ബലമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേ ഞാൻ നോക്കുമ്പോൾ മാവിന് ഭയങ്കര കട്ടി. പിന്നെ ഞാൻ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ലൂസാക്കിയിട്ടാ ഉണ്ടാക്കാൻ നോക്കണം. ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും വിശന്നിട്ട് ആകെ സൈഡായിട്ടാവും വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും കഴിച്ച ചേട്ടൻ്റെ വിശപ്പിന് കുറച്ചൊരു സമാധാനം കിട്ടും. മുന്നൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, മുന്നേന്ന് വെച്ചാൽ ഒരു 10ാം ക്ലാസ് വരെ കേട്ടോ, നമ്മൾ സ്കൂളിട്ട് വരുമ്പോൾ നന്നായി വിശന്നിട്ടാവില്ല വരിക. അപ്പോൾ നമ്മൾ സ്കൂളിട്ട് വന്നു വെച്ചാൽ നേരെ ചോറെടുത്ത് കഴിക്കും. ഉച്ചയ്ക്കും ചോറിനും അതുപോലെ തന്നെ സ്കൂളിട്ട് വന്നാലും
നമ്മൾ ചോറ് എടുത്ത് കഴിക്കും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടായിരുന്ന? ചായക്കടി എല്ലാതും ഉണ്ടാവും, എന്നാലും ചോറ് കഴിച്ചാൽ മാത്രമേ എനിക്കൊരു സമാധാനം കിട്ടിയായിരുന്നുള്ളൂ. പിന്നെ കുറച്ചുകൂടി വലുതായപ്പോൾ ആ സ്വഭാവമൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടാ. പത്താം ക്ലാസ് കഴിഞ്ഞ അങ്ങനെ ഞാൻ ചോറ് കഴിച്ചായിരുന്നുള്ളൂ. അത് പിന്നെ +1 +2 ഡിഗ്രിക്ക് എത്തുമ്പോഴേക്കും പിന്നെ നമ്മൾ ഡയറ്റിങ് കാര്യങ്ങൾ ഫുള്ള്, പിന്നെ തീരെ ഭക്ഷണം കഴിക്കാതെ. ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഭക്ഷണം നന്നായിട്ട് ഒഴിവാക്കിയിട്ട് തന്നെ കേട്ടാ തടി കുറച്ചിട്ടുണ്ടായിരുന്നേ. കാരണം ചോറ് എന്നുള്ളൊരു സംഭവം ഞാൻ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇനിയിപ്പോൾ തടി കുറയ്ക്കണമെങ്കിലും ഞാൻ അതന്നെ ചെയ്യേണ്ടി വരും. എനിക്ക് ചോറ് ഒഴിവാക്കിയാൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇവിടെ നിൽക്കുമ്പോൾ മാത്രമായിട്ട് എനിക്ക് തടി കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എത്ര ചോറ് ബാക്കിയാവണ്ടേ, ആ ചോറ് എന്താക്കുന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ വേറെ വീട്ടിലേക്ക് പോയി വെച്ചെങ്കിൽ നമ്മൾ വെച്ചുണ്ടാക്കിയ സാധനങ്ങൾ കളയാൻ നമുക്ക് തോന്നില്ല. കാരണം എത്ര ഇതായാലും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കൂട്ടാ. പിന്നെ ഒരു കാര്യമുണ്ട്, അങ്ങനെ നമ്മൾ അങ്ങോട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും തടി കുറയ്ക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമല്ലേ. അത് കണ്ടിറങ്ങിയിട്ട് ഞാനായാലും ആദർശാനായാലും ഇനി സെറ്റ് ആവണം. പക്ഷെ നമ്മൾ വല്ലാണ്ട് പ്ലാനൊക്കെ ചെയ്യും, പക്ഷെ അത് നടക്കാറില്ല. പക്ഷെ ഇത് എനിക്ക് സെറ്റാക്കി എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ അമ്മ വൈകിട്ട് കുഞ്ഞിച്ചക്കൻ്റെ മേലൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് മേല് കഴുകും. ചില ദിവസങ്ങളിൽ രാത്രി ആകുമ്പോൾ മേല് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ തുടച്ചു കൊടുക്കാട്ട് ചെയ്യാറ്. ടെൻഷനായി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കോ പേടി. പിന്നെ അമ്മമ്മയ്ക്ക് തണ്ടൽ വേദന കുറച്ച് ദിവസമായി പറയുന്നു. ആൾക്ക് ഓൾറെഡി മുന്നേ ഉണ്ട് കേട്ടോ. അപ്പോൾ ബെൽറ്റ് ഉണ്ടല്ലോ, നമ്മുടെ വയറുമേക്കുന്ന ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ബെൽറ്റ് ആദർശേട്ടൻ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവാണ്. അത് ആദർശേട്ടൻ്റെ കൈ കൊണ്ട് കൊടുക്കാച്ച അമ്മമ്മ വാങ്ങിക്കില്ല, എനിക്ക് വേണ്ട അങ്ങനെ ഒരുമാതിരി അഭിമാനമാണ് ഗൈസ് എൻ്റെ അമ്മമ്മയ്ക്ക്. അങ്ങനെ നമ്മുടെ കിച്ചപ്പൻ്റെ കൈ കൂടെ കൊടുക്കാച്ചെങ്കിൽ മാത്രമേ അമ്മമ്മ വാങ്ങിക്കുള്ളൂ കേട്ടോ. അത് കാരണം ഞങ്ങൾക്ക് അറിയണോണ്ട് തന്നെ അത് കിച്ചുവിൻ്റെ കൈ കൊണ്ട് തന്നെ കൊടുത്തപ്പോൾ ആൾ വാങ്ങിച്ചു. നമ്മൾ കൊടുക്കുമ്പോൾ അമ്മമ്മയ്ക്ക് എന്താണെന്ന് അറിയാം, അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ പൈസ ചിലവാക്കുമ്പോഴൊക്കെ അമ്മമ്മയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ ചിലവാക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് തൊയ്രം തരില്ല കേട്ടോ. അപ്പോൾ പിന്നെ കിച്ചുവിൻ്റെ കയ്യിൽ കൂടെ കൊടുത്തപ്പോൾ ആൾ വാങ്ങിച്ചു. പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഉണ്ണിവാവ കൊടുക്കണതല്ലേ. അങ്ങനെ ഇതേ അമ്മ തുറന്നിട്ട് ആൾക്ക് പറ്റുമോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തണ്ടിലൊക്കെ ഒരു സപ്പോർട്ടിന് ഇത് നല്ലതാണ് കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് അമ്മ ഇട്ട് കൊടുക്കട്ടത്. വലിച്ചോ പിന്നെ നമ്മുടെ കിച്ചപ്പനെ നമ്മൾ തൊട്ടിയിലിട്ടിട്ട് ആട്ടി ഉറക്കിയിട്ട് അപ്പം മൂപ്പര് ഇനി സുഖമായിട്ട് ഉറങ്ങിക്കോളും. ഇനി അഥവാ അവൻ ഉറക്കത്തുനിന്ന് എനിക്ക് വെച്ചാൽ അമ്മമ്മ എടുത്തോളൂ കേട്ടോ. അമ്മമ്മ മുന്നേ ഫുഡ് കഴിച്ചായിരുന്നു. ഈ ഞാനീ ആദർശേട്ടൻ പിന്നെ ഒരു അമ്മ, അങ്ങനെ ഞങ്ങൾ മാത്രമായിട്ട് ഇനി ഫുഡ് കഴിക്കാറുള്ളൂ. അങ്ങനെ ഇത് ഞങ്ങൾ ചോറിനാൻ വേണ്ടി ഇരുന്നു. ഇന്നും ഉണ്ട് കേട്ടോ നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി. നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിച്ചക്കൻ കിടന്നിട്ട് അവിടെ കിടന്ന് ഓരോ ഒച്ചും വിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. പിന്നെ ആദർശേട്ടൻ പോയി വരുമ്പോൾ കൊള്ളിയും മുട്ടയും അതുപോലെ തന്നെ കൊള്ളിയും ബോട്ടിയൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അച്ഛനൊക്കെ മുന്നേ ഫുഡ് കഴിച്ചിട്ട് കിടന്നു കേട്ടോ. മരുന്നൊക്കെ കഴിച്ചിട്ട് അച്ഛൻ കിടക്കുകയാണ്. അച്ഛൻ പനി ലേശം രാത്രി ആകുമ്പോഴേക്കും കുറച്ച് കുറഞ്ഞു, പക്ഷെ കൂടിയിട്ടും കുറഞ്ഞിട്ടും അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ കിടന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അമ്മമ്മയും മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും ആദർശനും കൂടിയിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് എടുക്കുക കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പോകട്ടെ. അപ്പോൾ നമ്മൾ കിച്ചപ്പനെ തൊട്ടിന്ന് എടുത്തിട്ട് നമ്മുടെ ഒപ്പം കിടത്താൻ കൊണ്ടുപോവാണ്. അപ്പോൾ ആദർശമായിട്ട് അതിനെ എടുക്കാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെയോ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീട്ടു വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.